സദൃശവാക്യം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ് എന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യഹോവയായ ദൈവം നിന്റെ മേലൊരു ദീപം കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടുപോകുവാൻ, അത് ദുഷ്ടൻ കെടുത്തിക്കളയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം കത്തിച്ച ദീപത്തെ സംരക്ഷിക്കുവാൻ സൃഷ്ടിച്ചവനായ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നാം അവനെ സർവശക്തനായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീരുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വസിക്കുക, നിന്നെ ഒരു പരാജയത്തിനും മൂടിക്കളയുവാൻ കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. കാരണം നിന്റെ ആത്മാവ് യഹോവയായ ദൈവത്തിന്റെ ദീപമെങ്കിൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, നിന്റെ തലമുറയെ സംരക്ഷിക്കുവാൻ, നിന്റെ ജീവിത പങ്കാളിയെ സംരക്ഷിക്കുവാൻ, നീ ഏത് കാലാവസ്ഥയിലായിരുന്നാലും നിന്നെ സംരക്ഷിക്കുവാൻ യഹോവയായ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുക, ഉറപ്പായിരിക്കുക, ധൈര്യത്തോടെ ആയിരിക്കുക. കർത്താവായ യേശുവിന്റെ കൃപ നിന്നെ സഹായിക്കുമാറാകട്ടെ.